ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ക്രിസ്റ്റീന ആൻഡ് സ്മിത അവരവിടെ പോയി മറുഭാഗത്ത് പോയി വരുന്ന സമയത്ത് അവർ അവിടെ ചന്ദ്രനിൽ ഉൽക്ക പതിക്കുന്നതായി കണ്ടു എന്നാണ് അവകാശപ്പെടുന്നത്. അതിന് രണ്ട് മൂന്ന് തവണ ഫ്ലാഷസ് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാസയുടെ ഈ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ അവർ കൃത്യമായി ആ സമയത്ത് തന്നെ അറിയിക്കുകയും ചെയ്തു. ഒരു ഫ്ലാഷസ് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എവിടെ കണ്ടു, എങ്ങനെ കണ്ടു എന്നൊക്കെ തിരിച്ച് ചോദിക്കുന്നത് ഞാൻ തത്സമയം കണ്ടിരുന്നു. അപ്പോൾ അവർ കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന സ്ഥലത്താണ് അത് കണ്ടത്, ഇന്ന ഏരിയയിലാണ് കണ്ടത് എന്നൊക്കെ പറയുന്നു. കാരണം ചന്ദ്രനിലെ ഓരോ ഏരിയയ്ക്കും ഓരോ പേരുകളുണ്ട്, ഓരോ ക്രേറ്റേഴ്സിനും ഓരോ ഗർത്തങ്ങൾക്കും പേരുണ്ട്. അത് കൃത്യമായി ഡിനോട്ട് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിസ്മയകരമായൊരു യാത്ര നടത്തി തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ 4 പേർ. ഇനി ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കണം. അതിനായുള്ള കാത്തിരിപ്പാണ്. മണിക്കൂറുകൾക്ക് ശേഷം ഒരു കോൺഫറൻസ് ഇവരുമായി. ഒരു കുഞ്ഞു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ഉൽക്ക പതിക്കുക എന്ന് സാധാരണ കേട്ടിട്ട് ഭാഗത്ത് ഉൽക്ക പതിക്കുന്നു. അപ്പൊ ഇവരത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കാണാത്ത ചന്ദ്രന്റെ മറുവശത്ത് നിന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ ഫോട്ടോ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ഏതെങ്കിലും സംവിധാനം അതിലുണ്ടായിരുന്നോ? കാരണം ഇനിയും ബാക്കി മനുഷ്യരുടെ കണ്ണുകളിലേക്ക് ആ ദൃശ്യം എത്തിക്കാൻ നമ്മൾ എപ്പോഴും ആരും കാണാത്ത ഒരു ദൃശ്യം അല്ലെങ്കിൽ അതിമനോഹര ദൃശ്യം കാണുമ്പോൾ അത് മറ്റുള്ളവരേക്ക് എത്തിക്കുക എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അവര് കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? നിലവിൽ ഈ പറയുന്ന പോലെ അത്തരം ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും എനിക്ക് തോന്നുന്നു ഒരു 19ഓളം ചിത്രങ്ങൾ അവർ ഇതിനോടകം പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ നൂറുകണക്കിന് അല്ലെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് ചിത്രങ്ങൾ പകർത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അതിലെവിടെയെങ്കിലും അത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം നാസ കൃത്യമായി തന്നെ പരിശോധിക്കും. അത് സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലൊക്കെ തന്നെ നാസ പുറത്തുവിടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, ഓക്കെ. അപ്പോൾ പ്രജ്ന അതിമനോഹരമായ കാര്യം അതിമനോഹരമായി ഏറ്റവും ലളിതമായി, അതായത് പ്രജ്നയെ കണ്ടാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ ലുക്കുണ്ട്. അത്തരത്തിലൊരു വേഷവിധാനമൊക്കെ തന്നെയാണ്. പ്രജ്ന എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടെയാണ്. അങ്ങനെ ഇരിക്കും പ്രജൻ പറഞ്ഞു വന്നതിനെ ഞാൻ തടസ്സപ്പെടുത്തിയോ? അപ്പോൾ എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. അതായത് ഈ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഘർഷണത്തിന്റെ ഫലമായിട്ട് ഈ പേടകത്തിന്റെ ചുറ്റുപാടും വലിയ തോതിൽ താപനില കൂടും. അപ്പോൾ എനിക്ക് തോന്നുന്നു 2760 ഡിഗ്രി വരെയൊക്കെ താപനില കൂടും. അപ്പോൾ സ്വാഭാവികമായി ആശയവിനിമയം കട്ടാകും കുറച്ച് സമയത്തേക്ക്. അതായിരുന്നു അന്നേരം സംഭവിച്ചിരുന്നത് സ്പ്ലാഷ് ഡൗണിന് മുൻപ്. തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അതൊരു പ്ലാസ്മ ഫോർമേഷൻ ഉണ്ടാവും. ആ സമയത്ത് ഇത്രമാത്രം ഹീറ്റ് ജനറേറ്റ് ചെയ്ത സമയത്ത് ഈ പേടകത്തിന് ചുറ്റുമായി ഒരു പ്ലാസ്മ ജനറേഷൻ ഉണ്ടാവും. ആ സമയത്ത് ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ്. നമ്മുടെ കൺട്രോൾ സെന്ററുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഒരു 6 മിനിറ്റ് സമയത്തേക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ്, നേരത്തെ പ്രോട്ടോകോളിൽ ഉള്ളതാണ്. അതിന് പിന്നാലെ താഴേക്ക് ഭൂമിയിലേക്ക് ഏതാണ്ട് ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് എത്തുമ്പോൾ മാത്രമാണ് പിന്നീട് വീണ്ടും ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയുള്ളൂ. അതൊക്കെ സംഭവിച്ചു. അതൊക്കെ കൃത്യമായി തന്നെ ഫോളോ ചെയ്താണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. നേരത്തെ റൈസ് എന്ന് പറയുന്ന സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ക്രിസ്റ്റീന എടുത്തു പറഞ്ഞു. അത് നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത് റൈസ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു പാവയാണ്. അതായത് ഇത്തരത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുമ്പോൾ ഈ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ, അതായത് നമ്മൾ സീറോ ഗ്രാവിറ്റിയിൽ എത്തി എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതായത് ഭാരമില്ലാത്തൊരവസ്ഥ വരും, എല്ലാവരും ഫ്ലോട്ട് ചെയ്ത് നടക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോകാറുണ്ട് ഇത്തരം ദൗത്യ സംഘാംഗങ്ങൾ. ഇത്തവണ കൊണ്ടുപോയതൊരു പാവക്കുട്ടിയാണ്. അതിന് പേരാണ് റൈസ് എന്ന പേര്. ഈ പാവ ഉണ്ടാക്കിയത് ഒരു കുട്ടിയാണ്. അതായത് ഒരു 2nd ഗ്രേഡിൽ പഠിക്കുന്ന അമേരിക്കയിലുള്ള ലൂക്കാസ് ഇ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് ഇതിനെ ഡിസൈൻ ചെയ്തത്. അപ്പൊ അവനുണ്ടാക്കിയതാണ് ഈ റൈസ് എന്ന് പറയുന്ന പാവക്കുട്ടി. ഇനി ആ പാവക്കുട്ടിക്കൊണ്ട് ഒരു പ്രത്യേകത നേരത്തെ ക്രിസ്റ്റീന അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഈ ദൗത്യത്തിൽ വെർച്വലായി പങ്കെടുക്കാൻ ഒരു അവസരം നാസ ഒരുക്കിയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമായി പങ്കെടുത്താണ്. ഞാനുണ്ട്, ക്രിസ്റ്റീന ചെറിയാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു ബോർഡിംഗ് പാസ് നാസയിൽ നിന്നും അയച്ചു കിട്ടിയിരുന്നു. അതായത് നമ്മുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് ഈ റൈസ് എന്ന് പറയുന്ന ഈ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ പാവയുടെ അകത്ത് വച്ച് അതിനെ ഭദ്രമാക്കി അതിനെ ഇവർ കൊണ്ടുപോയിരുന്നു. ഇവർ പങ്കെടുത്ത പ്രസ് കോൺഫറൻസുകൾ, കാരണം പ്രസ് കോൺഫറൻസ് എന്ന് പറയാൻ കാരണം ലൈവായി തത്സമയം അവിടെ നിന്ന് അവർ പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു ഈ 4 സംഘം. ആ സമയത്തൊക്കെ എപ്പോഴൊക്കെ ഇവരുണ്ടോ അപ്പോഴൊക്കെ ഈ റൈസ് എന്ന് പറയുന്ന പാവക്കുട്ടി ഇവരുടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുടെ പേരുകൾ കൂടി ഈ ചിപ്പിനകത്തൂടെ ഈ ഭൂമിയിൽ നിന്നും പോയി ചന്ദ്രനെ ചുറ്റി കറങ്ങി തിരികെ ഭൂമിയിലേക്ക് എത്തിയെന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ക്രിസ്റ്റീന ചെറിയാനും
അഭിമാനിക്കാം. പേര് അവിടെ എത്തിയിട്ടുണ്ട്, ചന്ദ്രനിൽ എത്തിയിട്ടുണ്ട്. ആ ചന്ദ്രനിൽ ഉറപ്പായിട്ടും പ്രജന ഒരു 3-4 മാസം മുമ്പ് അത്തരത്തിൽ ഈ നാസയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അത് ബോർഡിംഗ് പാസ് എടുത്തു വെച്ചതാണ്. അപ്പോൾ പ്രജിൻ എടുത്തു വെച്ച വിവരവും ഞാൻ അന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ പരസ്പരം പറയാതെ ചന്ദ്രനിൽ ആ പേര് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ക്രിസ്റ്റീനയ്ക്ക് അഭിമാനിക്കാൻ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ക്രിസ്റ്റീനയുടെ പേരിലുള്ള ദൗത്യ സംഘത്തിലുള്ള ഒരാളുടെ പേരും ക്രിസ്റ്റീന കുക്ക് എന്നാണ്. അപ്പോൾ അതും വലിയ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം നമ്മളത് തമാശയായിട്ടാണ് ഇതൊക്കെ പറയുന്നതെങ്കിലും എത്ര വലിയ ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ഈ കാലത്ത് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗതി അത് ഓരോ കാലങ്ങളിലും അതങ്ങനെ പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പുതുതായി ഇപ്പോൾ ചരിത്രം കുറിച്ചിരിക്കുകയാണ് നാസ. ചാന്ദ്ര ദൗത്യം നമുക്കറിയാം, അത് മുൻപുണ്ടായിരുന്ന അപ്പോളോ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വലിയ ചിലവേറിയ ദൗത്യമായി മാറുമ്പോൾ അത് പിന്നീട് അതിൽ നിന്ന് തിരിച്ച് നേട്ടങ്ങൾ, അതായത് സാമ്പത്തിക നേട്ടം കൊയ്യാൻ പറ്റുന്ന ഒരു മിഷൻ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ ഇതാ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിന്, ആ ചരിത്ര മുഹൂർത്തത്തിന്, അതിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ. അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന ജെൻസി, അവർക്കൊപ്പം തന്നെ നമ്മളെല്ലാവരും അങ്ങനെ ഈ ഒരു കാലത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.